സ്വർണ്ണവില ഇന്നലെ വീണ്ടും കുറഞ്ഞതോടെ കടുത്ത ആശങ്കയിലായിരിക്കുകയാണ് നിക്ഷേപകർ. ഇന്നലെ വിലയിൽ 2% ഇടിവാണ് ഉണ്ടായത്. അതേസമയം വില കുറഞ്ഞു തുടങ്ങിയതോടെ കേരളത്തിലും വലിയ ആഘോഷത്തിലാണ് ആഭരണ പ്രേമികൾ. 1 ലക്ഷത്തിന് താഴേക്ക് വില കുറയുമോ എന്നത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. സ്വർണ്ണവില ഇന്നലെ വീണ്ടും കുറഞ്ഞതോടെ കടുത്ത ആശങ്കയിലായിരിക്കുകയാണ് നിക്ഷേപകർ. ഇന്നലെ വിലയിൽ 2% ഇടിവായിരുന്നു ഉണ്ടായത്. ഇതോടെ ആഗോള വിപണിയിൽ ഒരാഴ്ചയിലേറെയായി രേഖപ്പെടുത്തുന്ന ഏറ്റവും താഴ്ന്ന നിരക്കായ $4,862 സ്വർണ്ണവില കൂപ്പുകുത്തിയിരിക്കുകയാണ്. US$ ശക്തിപ്പെട്ടത്, പ്രധാന വിപണികളിലെ അവധികൾ കാരണം വ്യാപാര പ്രവർത്തനങ്ങൾ കുറഞ്ഞത്, ഫെഡറൽ റിസർവിന്റെ ഭാവി പലിശ നിരക്ക് തീരുമാനങ്ങളെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ കാത്തിരിപ്പ്, മെച്ചപ്പെട്ട ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ, സമാധാന ചർച്ചകൾ എന്നിവയെല്ലാം സ്വർണ്ണവില ഇടിയാനും ഡിമാൻഡ് കുറയാനും കാരണമായിട്ടുണ്ട്. US$ സൂചിക 0.3% വർദ്ധിച്ചതാണ് പ്രാഥമികമായി സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. ഡോളർ കരുത്താർജിക്കുമ്പോൾ മറ്റു കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നവർക്ക് അത് ചെലവേറിയതാവുകയും ആഗോള ഡിമാൻഡ് കുറയുകയും ചെയ്യും. ചാന്ദ്ര പുതുവർഷാവധിയും പ്രസിഡന്റ് ഡേയും കാരണം ചൈന, US ഉൾപ്പെടെയുള്ള പ്രധാന വിപണികൾ അടഞ്ഞു കിടന്നതും ഡിമാൻഡ് ഇടിച്ചു. അത് വിലയിലും പ്രതിഫലിച്ചിരിക്കുകയാണ്. ഇനി എന്ത് എന്നതാണ് പ്രധാന ചോദ്യം. വില $4,862 താഴേക്ക് പോകുമോ അതോ $6,000 എന്ന സ്വപ്ന നിലവാരത്തിലേക്ക് എത്തുമോ എന്നാണ് നിക്ഷേപകരും ഉറ്റുനോക്കുന്നത്. ജനുവരിയിലെ ഫെഡറൽ റിസർവ് യോഗത്തിന്റെ മിനിറ്റ്സ് ഭാവി പലിശ നിരക്ക് തീരുമാനങ്ങളെക്കുറിച്ച് സൂചന നൽകുമോ എന്നതിലേക്കാണ് നിക്ഷേപകരുടെ നോട്ടം. ഈ വർഷം 3 പലിശ നിരക്ക് കുറയ്ക്കലുകളാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തേത് ജൂണിൽ വന്നേക്കാമെന്നാണ് വിലയിരുത്തൽ. പലിശ നിരക്ക് കുറയ്ക്കുന്നത് സ്വർണത്തിന് പിന്തുണ കൂട്ടും, അതേസമയം വില ഉയരുകയും ചെയ്യും. വില കുറഞ്ഞു തുടങ്ങിയതോടെ കേരളത്തിലും വലിയ ആഘോഷത്തിലാണ് ആഭരണ പ്രേമികൾ. 1 ലക്ഷത്തിന് താഴേക്ക് വില കുറയുമോ എന്നത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. കുറഞ്ഞത് 15,000 രൂപയെങ്കിലും വില കുറഞ്ഞാൽ അത് ആശ്വാസമാണെന്നാണ് ചിലരുടെ അഭിപ്രായം. എന്തായാലും ഇനി വിലക്കുറവിന്റെ നാളുകളായിരിക്കുമെന്ന ആശ്വാസത്തിലാണ് പലരും. സ്വർണ്ണവില ഇന്നലെ വീണ്ടും കുറഞ്ഞത് കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട് നിക്ഷേപകരെ. ഇന്നലെ വിലയിൽ 2% ഇടിവായിരുന്നു സംഭവിച്ചത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.